എല്ലാവർക്കും നമസ്കാരം. സിനർജി ക്രിയേഷൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ടാറിംഗ് റോഡിനോട് ചേർന്ന് കുറഞ്ഞ ബഡ്ജറ്റിലുള്ള, അതുപോലെ തന്നെ റോഡ് ലെവലിൽ നിന്നും അല്പം ഉയർന്നു നിൽക്കുന്ന ഒരു വീട്, അതുപോലെ ബസ് റൂട്ട് അടുത്തായിട്ടുള്ള പ്രധാനപ്പെട്ട സെൻറ്ററുകൾ അടുത്തായി അധികം ഡിസ്റ്റൻസ് അല്ലാത്ത ദൂരത്തിൽ എല്ലാ യാത്രാ സൗകര്യങ്ങളും ഉൾപ്പെടെയുള്ള ഒരു വീടിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. കുറഞ്ഞ ബഡ്ജറ്റിലുള്ള ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിലെ നിരവധി വീടുകളുടെ വീഡിയോകൾ ഇനിയും നമ്മൾക്ക് ചെയ്യാനിരിക്കുന്നതേയുള്ളൂ. നമ്മൾ ആളുകൾ കൊടുക്കാനുള്ള വീടുകളുടെ ഡീറ്റെയിൽസ് പറഞ്ഞ് അത് പോയി കണ്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വഴിയുള്ളതും അത്യാവശ്യം താമസിക്കാൻ അനുയോജ്യമായ വീടുകളുടെ വീഡിയോകളാണ് നമ്മൾ മാക്സിമം പോയി കണ്ടതിന് ശേഷം മാത്രം വീഡിയോ പകർത്തിയിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. ഫോട്ടോ ഇട്ട് തരുന്നതും അതുപോലെ തന്നെ വീഡിയോ അയച്ചു തരുന്നതൊന്നും നമ്മൾ നമ്മുടെ ചാനലിൽ ചെയ്യാറില്ല. നമ്മൾ പോയി വീട് കണ്ടു, ആ വീടും കാര്യങ്ങളും അതിൻ്റെ എല്ലാ കാര്യങ്ങളും വശങ്ങളൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം ഏകദേശം ടാറിംഗ് റോഡോ അല്ലെങ്കിൽ വഴിയുള്ളതും അതുപോലെ തന്നെ താമസിക്കാൻ അനുയോജ്യമായതൊക്കെ ഉള്ള വീഡിയോകളാണ്, ആ സ്ഥലങ്ങളുടെയും വീടുകളുടെയും വീഡിയോകളാണ് നമ്മൾ മാക്സിമം നമ്മുടെ ചാനലിൽ ഉൾപ്പെടുത്തി ചെയ്യുന്നത്. തീരെ വഴിയില്ലാത്തതും തീരെ ഉപയോഗിക്കാൻ സാധിക്കാത്തതുമായ വീടുകളുടെ വീഡിയോകൾ നമ്മൾ മാക്സിമം ചെയ്യാറില്ല. നിവൃത്തിയില്ലാതെ വരുന്ന, പണത്തിന് വളരെ അത്യാവശ്യമായിട്ട് വരുന്ന കുറച്ച് വീഡിയോകൾ നമ്മൾ ഇതിനു മുൻപ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ കുറഞ്ഞ ബഡ്ജറ്റിലുള്ള വീടുകൾ വരുമ്പോൾ തന്നെ നിരവധി പേരാണ് നമ്മളെ അറിയിച്ചോളൂ എന്ന് പറഞ്ഞിട്ടുള്ളത്. ആരുടെയും നമ്പറുകളും കാര്യങ്ങളൊന്നും നമ്മൾ സേവ് ചെയ്ത് വെച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ വരുന്ന വീഡിയോകൾ തത്സമയം തന്നെ നമ്മുടെ ചാനലിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അത് നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതിന് വേണ്ടി മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്യുക. ഈ വീട് 3.5 സെൻറ്റ് സ്ഥലത്തിൽ 700 സ്ക്വയർ ഫീറ്റിൽ 2 ബെഡ്റൂം, ആ 2 ബെഡ്റൂമിൽ 1 അറ്റാച്ച്ഡ്, അതുപോലെ തന്നെ ഒരു കോമൺ ബാത്റൂമായിട്ടുള്ള ഒരു വീടാണ്. പൈപ്പ് കണക്ഷൻ മാത്രമാണ് ഈ വീടിനുള്ള വെള്ളത്തിൻ്റെ സ്രോതസ്സ്. കിണർ കുത്തിയാൽ വെള്ളം കിട്ടാൻ സാധ്യതയുള്ള പ്രദേശമാണ്. വെള്ളം കയറാത്ത, വെള്ളത്തിന് ടൈറ്റ് ഇല്ലാത്ത ഒരു പ്രദേശമൊക്കെ തന്നെയാണ്. ഇവർ കിണർ കുത്തിയിട്ടില്ല. കിണർ കുത്താനും കാര്യങ്ങൾക്കൊക്കെ ഉള്ള സൗകര്യം കാര്യങ്ങളും വീടിൻ്റെ മുൻവശത്തായിട്ട് തന്നെയുണ്ട്. അതുപോലെ തന്നെ റോഡ് ലെവലിൽ നിന്നും അല്പം ഉയർന്ന് നിന്ന് കഴിഞ്ഞാലും നമ്മൾക്ക് വാഹനം കാര്യങ്ങളും കാറും കാര്യങ്ങളൊക്കെ മുൻവശത്ത് കയറ്റിയിടാൻ സാധിക്കുന്ന രീതിയിലുള്ള ഒരു വീടാണ്. അതുപോലെ തന്നെ ഈ വീട് 3.5 സെൻറ്റ് സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ബാക്കിൽ നിന്നും, ഈ വീടിൻ്റെ ബാക്ക് സൈഡിൽ നിന്നും 1, 2, 3 ആവശ്യത്തിന് സ്ഥലം മുറിച്ച് കിട്ടുവാൻ സാധ്യതയുള്ള ആ ഏരിയ ഉള്ള ഒരു ഭാഗത്താണ് ഈ വീട് നിൽക്കുന്നത്. പ്രസൻറ്റ് കണ്ടീഷനിൽ 3.5 സെൻറ്റ് സ്ഥലവും 700 സ്ക്വയർ ഫീറ്റുമാണ് ഉള്ളത്. ഈ വീടിൻ്റെ പഴക്കം എന്ന് പറയുന്നത് 12 വർഷത്തെ പഴക്കമാണ് ഉള്ളത്. അതുപോലെ തന്നെ ഈ വീട് പണിത് അപ്പോൾ തന്നെ ചെറിയ വൈറ്റ് വാഷും കാര്യങ്ങളും അടിച്ച് കയറി താമസിച്ച ഒരു വീടാണ്. അതിനുശേഷം യാതൊന്നും ചെയ്യാത്ത കാരണത്താലാണ് മുഷിഞ്ഞ പോലെയൊക്കെ കാണുന്നത്. അതുപോലെ തന്നെ ഒരു ബെഡ്റൂം ടൈലും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടില്ല. അല്പം മെയിൻ്റനൻസ് വർക്കും കാര്യങ്ങളൊക്കെ നടത്തി കഴിഞ്ഞാൽ നല്ല ഒരു വീടാക്കി മാറ്റാൻ സാധിക്കുന്ന രീതിയിലുള്ള ഒരു വീടാണ്. ഈ വീട് വരുന്നത് ചേർപ്പ് പ്രദേശത്താണ്. തൃശ്ശൂർ ടൗണിൽ നിന്നും 11 കിലോമീറ്റർ ഡിസ്റ്റൻസിലും, അതുപോലെ തന്നെ ബസ് റൂട്ടിൽ നിന്നും 150 മീറ്റർ ഡിസ്റ്റൻസിലും, അതുപോലെ തന്നെ ഏകദേശം 1 കിലോമീറ്റർ ചുറ്റളവിൽ ക്രിസ്ത്യൻ പള്ളി, അതുപോലെ ചേർപ്പ് സെൻറ്റർ, അതുപോലെ ഹയർ സെക്കൻഡറി സ്കൂൾ, ഏകദേശം 1.25 കിലോമീറ്ററിൽ പെരുമ്പള്ളിശ്ശേരി സെൻറ്റർ, 1/2 കിലോമീറ്ററിൽ അമ്പലം, 2 കിലോമീറ്ററിൽ മുസ്ലിം പള്ളിയൊക്കെ ആയിട്ടുള്ള എല്ലാ യാത്രാ സൗകര്യങ്ങളും, ബസ് റൂട്ടിൽ നിന്ന് 150 മീറ്ററും ചേർപ്പ് സെൻറ്ററിലേക്ക് 1 കിലോമീറ്റർ എന്ന് പറയുമ്പോൾ എല്ലാ യാത്രാ സൗകര്യങ്ങളും എല്ലാ സൗകര്യങ്ങളും തൊട്ടരികിലുള്ള ഒരു വീടാണ്. ഈ വീടിന് ഓണർ ഉദ്ദേശിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് 22 ലക്ഷം രൂപയാണ്. ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആണ്. വീടും കാണുന്നതിനും ആവശ്യമായ കാര്യങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. അടുത്തൊരു പുതിയ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഗുഡ് ബൈ.